ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ ആശാ വിനീഷ്. ഞാൻ ശ്രീകല. അപ്പോൾ ഇന്ന് ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് വന്നിരിക്കുന്നത് നമ്മുടെ ഒക്ടോബർ 12 സ്റ്റാർട്ട് ചെയ്യുന്ന CSEB എക്സാം. ഈ CSEB എക്സാമിന് മുന്നോടിയായിട്ട് ഇനിയുള്ള സമയങ്ങളിൽ, കാരണം കുറേ പരിഷ്കരണത്തിന് ശേഷം വരുന്ന ഒരു എക്സാം, സിലബസ് അടക്കം മാറി വന്ന എക്സാമാണ്. സിലബസ് മാറി, എക്സാം പലവിധ ടയറിൽ നടക്കുന്നു. അപ്പൊ ഇതിനെല്ലാത്തിനും ശേഷമുള്ള എക്സാം സിലബസ് മാറിയിട്ടുള്ള രണ്ടാമത്തെ എക്സാം അല്ലേ? അപ്പം ഒരുപാട് മാറ്റങ്ങളോട് കൂടി വരുന്ന പരീക്ഷയാണ്. അപ്പൊ ഇനി വരുന്ന ദിവസങ്ങൾ വളരെ വളരെ ക്രൂഷ്യലാണ്. അതെ, അപ്പം തീർച്ചയായിട്ടും എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, ഈ ചെറിയ സമയത്തിനുള്ളിൽ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ നിങ്ങളോട് പറഞ്ഞു തരുന്നത്. അപ്പം ഇത് ഓരോ സബ്ജക്റ്റുകളും ഇപ്പം ഞങ്ങൾ രണ്ടുപേരും കൈകാര്യം ചെയ്തത് നിങ്ങളുടെ 30 മാർക്കുള്ള, എനിക്ക് തോന്നുന്നു പരീക്ഷയ്ക്ക് ഏറ്റവും പ്രയാസം അതാണ്. അതായത് എല്ലാവർക്കും റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള, കാരണം സബ്ജക്ട് എല്ലാവർക്കും തന്നെ ഓക്കെയാണ്. പക്ഷെ ഈ വരുന്ന നമുക്ക് ഇംഗ്ലീഷ്, മാത്സ്, GK അതിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസിന്റെ ടഫ് അനുസരിച്ചായിരിക്കും അവരുടെ റാങ്ക് നിശ്ചയിക്കുന്നത്. ഓക്കെ, എങ്കിലും 70 മാർക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം? 70 മാർക്ക് നമുക്ക് ഈ തവണ 3 എക്സാം ആണുള്ളത്. അപ്പം അതിൻ്റെ തന്നെ നമുക്കൊരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങളും അതുപോലെ ആവറേജ് എന്നാൽ ബേസ് ലെവൽ ചോദ്യങ്ങൾ കൂടി ഉൾപ്പെടുന്ന രീതിയിൽ 3 എക്സാമുകൾ ഉണ്ടാവും. അപ്പൊ നമുക്ക് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറച്ചധികം ചോദ്യങ്ങൾ, അവർക്ക് ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ അത്യാവശ്യം എല്ലാവർക്കും തന്നെ അറിയാം. കാരണം കഴിഞ്ഞ എക്സാം നല്ല ബേസ് ലെവൽ ചോദ്യങ്ങൾ തന്നെയാണ് വന്നത്. അപ്പോൾ എല്ലാവരും തന്നെ അറൗണ്ട് 75+ എല്ലാവരും തന്നെ സ്കോർ ചെയ്തിരുന്നു. അപ്പൊ തന്നെ നമ്മൾ ആദ്യമേ പറഞ്ഞു കട്ട് ഓഫ് ഒരു 80 റേഞ്ചിലോട്ട് വരും എന്ന് പറഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും പറഞ്ഞു അങ്ങനെ ഉണ്ടാവത്തില്ല. കാരണം എല്ലാവരുടെയും ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് 60 റേഞ്ചാണ്. എല്ലാ പ്രാവശ്യം 64 വരെ 64 ഒരു മാർക്കാണ്. അപ്പം അന്നേരം എല്ലാവരും പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞ ഭയങ്കര ഇതിലായിരുന്നു. പക്ഷെ നമുക്ക് നമ്മൾ പറഞ്ഞ പോലെ തന്നെ 80-82 റേഞ്ചിലാണ് നമ്മുടെ കട്ട് ഓഫ് വന്നത്. അപ്പം ഒരുവിധം എല്ലാ സ്റ്റുഡൻസിനും ആ ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ ഈ തവണത്തെ എക്സാമിന് അവർ എക്സ്പെക്ട് ചെയ്ത് പോകുന്നത് ഈ ഒരു ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെ വരുവാൻ ചാൻസ് ഉണ്ടെന്ന രീതിയിലാണ്. അപ്പം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ആ ഒരു ബേസ് ലെവൽ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ എക്സാം ആയതുകൊണ്ട് ഒരു പരീക്ഷണാർത്ഥം വേണമെങ്കിൽ തീർച്ചയായിട്ടും എളുപ്പമാക്കിയതായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു എക്സാം, നമുക്ക് 3 എക്സാം ഉള്ളതുകൊണ്ട് തന്നെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടി നമ്മൾ പരിചയപ്പെടേണ്ടതുണ്ട്. നമുക്ക് മുൻപിൽ ഇപ്പൊ ഒരു സിലബസ് ഉണ്ട്. സിലബസിന്റെ അകത്ത് തന്നെ ഏറ്റവും കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ളത് അല്ലെങ്കിൽ ഒരു കൂടുതൽ റാങ്ക് മേക്കിംഗ് ആയിട്ട് വരുന്ന കുറച്ച് ഭാഗങ്ങളുണ്ട്. നമ്മൾ ഊന്നൽ കൊടുത്തുകൊണ്ട് വേണം പോകാനായിട്ട്. നമ്മൾ കോർപ്പറേഷൻ എടുക്കുകയാണെങ്കിൽ കോർപ്പറേഷൻ്റെ അകത്ത് നമുക്ക് റിസ്ക് ഫണ്ട് സ്കീമുകൾ, അതുപോലെ തന്നെ കോപ്പറേറ്റീവ് മാനേജ്മെന്റ് എന്ന പോർഷൻസ് നമുക്ക് തന്നെ ഒരുപാട് ഇൻഡെപ്ത് മുൻപ് വന്നിട്ടുള്ളതല്ല. അതുപോലെ അഡ്മിനിസ്ട്രേറ്റീവ് സെറ്റപ്പ് നമുക്ക് മുൻപ് വന്നിട്ടുണ്ട്. എന്നാലും ഏറ്റവും കൂടുതൽ ഫങ്ഷണൽ ഏരിയാസ് ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് പൊതുവെ നമ്മുടെ കുട്ടികൾ അങ്ങനെ പരിചയപ്പെട്ടിട്ടുള്ള ഭാഗമല്ല. അപ്പൊ അവിടെ നിന്ന് കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും. ഓക്കെ, പിന്നെ ബാങ്കിങ്ങിലേക്ക് വരികയാണെങ്കിൽ അറ്റാച്ച്മെന്റ് ഓർഡർ, റൈറ്റ് ഓഫ് ജനറൽ, മാൻഡേറ്റ് ആൻഡ് പവർ ഓഫ് അറ്റോർണി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് നേരത്തെ KYC മാത്രം നമുക്ക് പഠിക്കാനായിട്ടുണ്ടായിരുന്നു. പക്ഷെ KYC കൂടാതെ അതിന്റെ കൂടെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ആന്റി മണി ലോണ്ടറിംഗ് ഗൈഡ് ലൈൻസ് ഓഫ് RBI കൂടി നമുക്ക് നോക്കുവാനുണ്ട്. അതുപോലെ അപ്പൊ ഇതൊക്കെ പുതിയ പോർഷൻസ് ആണോ? കൂടുതലും പുതിയ പോർഷൻസ് ആണോ? ഞാനിപ്പോൾ പറഞ്ഞത് നമുക്ക് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ കൂടുതൽ ഊന്നൽ നൽകേണ്ട ഒരു കുറച്ച് ഏരിയ, കാരണം നമ്മളൊരു ബേസ് ലെവലിൽ നിന്നല്ലാതെ കുറച്ച് മാറി പഠിക്കേണ്ട കുറച്ച് ഭാഗങ്ങളാണ്. അത് ആണ് നമുക്ക് ബാങ്കിങ് എന്ന് പറയാനുള്ളത്. ഇതിനൊക്കെ നമ്മുടെ ക്ലാസ്സസിൽ സ്പെഷ്യൽ ആയിട്ടുള്ള എംഫസിസ് കൊടുത്തുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ സിലബസ് വന്നത് നമുക്ക് എക്സാമിന് 30 ദിവസം മുൻപായിരുന്നു. നമ്മൾ ആ ഒരു 30 ദിവസം കൊണ്ട് കംപ്ലീറ്റ് സിലബസ് കവർ ചെയ്ത് നമ്മുടെ കുട്ടികൾ വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ട് ഇത്രയും അതുകൊണ്ട് തന്നെ നല്ല റിവ്യൂ ആയിരുന്നു. കുട്ടികൾ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിട്ട് അവർക്ക് ഉറപ്പായിട്ടും എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഇതിലാണ് പോയത്. അതിന്റെ എക്സാം കഴിഞ്ഞപ്പോഴാണെങ്കിലും അവർക്ക് അതനുസരിച്ചുള്ള റിസൾട്ട് ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് അപ്പോഴും നമ്മളൊരു കാര്യം പറഞ്ഞു, പഠനം നിർത്തരുത്, ജോലി കയറുന്നോടം വരെ ഒപ്പിടുന്നോടം വരെ പഠിക്കുന്നത്. വീണ്ടും അഡ്മിഷൻ എടുത്തു. ഇപ്പം നമ്മുടെ ബൂസ്റ്റർ ക്ലാസ് കണ്ടിട്ട് ബൂസ്റ്റർ ക്ലാസ്സിൽ മാത്രം അറ്റൻഡ് ചെയ്ത കുറച്ച് കുട്ടികളുണ്ടായിരുന്നു. ആദ്യമായിട്ട് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആളുകളാണ്. അവർക്കൊരു 60+ മാർക്ക് ആദ്യം, അതായത് ഡിഗ്രി കഴിഞ്ഞതേ ഉള്ളൂ, അതിനുശേഷം നമ്മുടെ ബൂസ്റ്റർ ക്ലാസ്സിലാണ് ജോയിൻ ചെയ്തത്. 60+ മാർക്ക് ഉണ്ടായിരുന്നു. അപ്പം അന്നേരം എന്നോട് വീണ്ടും നമ്മുടെ ബിഗിനേഴ്സ് ബാച്ചിൽ ജോയിൻ ചെയ്യുന്ന ഒരാൾ ജോയിൻ ചെയ്ത് ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പം ഇനി വേറെ പോർഷൻ ഇവിടെ കോസ്റ്റ് അക്കൗണ്ടൻസി ആണ് കുറച്ച് ഇതായിട്ട് വരും. പിന്നെ ഇവര് കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് അല്ലാത്ത ആളുകളെ സംബന്ധിച്ച് അക്കൗണ്ടൻസി എന്ന് പറയുന്നത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ്. അപ്പൊ നമുക്ക് ഇവിടെ നമുക്ക് ചെയ്യേണ്ടത് ബേസ് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ആ ഒരു ബേസ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് അക്കൗണ്ടൻസിയുടെ പ്രോബ്ലം വന്നാൽ പോലും ചെയ്യാൻ പറ്റുന്ന രീതിയിലോട്ട്. അപ്പൊ നമ്മളവിടെ ഏറ്റവും ഫോക്കസ് കൊടുക്കുന്നത് നമ്മുടെ ബേസിന് തന്നെയാണ്. അക്കൗണ്ടൻസിന്റെ ബേസിന് ഇമ്പോർട്ടൻസ് കൊടുക്കും. അതുപോലെ തന്നെ
നമ്മുടെ കോസ്റ്റ് അക്കൗണ്ടൻസി, മാനേജ്മെന്റ് അക്കൗണ്ടിങ്, ആ ഒരു ഭാഗത്തിന് കൂടെ നമ്മൾ ഊന്നൽ കൊടുത്ത് പഠിക്കേണ്ടതാണ്. ഇനിയും സബ്ജക്റ്റുകൾ, അപ്പാർട്ട് സബ്ജക്റ്റുകളിൽ നിന്ന് ബാക്കിയുള്ള വിഷയങ്ങൾക്ക് എന്തൊക്കെയാണ് പ്രാധാന്യം? ഇംഗ്ലീഷ് എങ്ങനെയായിരിക്കും? ഇംഗ്ലീഷ് കഴിഞ്ഞ പ്രാവശ്യങ്ങളിൽ നമുക്കറിയാം ഏകദേശം 20 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു ഇപ്പം കഴിഞ്ഞ എക്സാമിന് തൊട്ട് മുമ്പ്. പക്ഷെ അത് ഇപ്പം കഴിഞ്ഞ എക്സാം മുതൽ 10 ക്വസ്റ്റ്യനിലേക്ക് മാറി. അപ്പോൾ ഒരു ക്വസ്റ്റ്യന് 1 മാർക്ക് എന്നുള്ള രീതിയിലേക്ക്. അപ്പോൾ 10 മാർക്കല്ലേ ഉള്ളൂ, മാർക്ക് കുറഞ്ഞല്ലോ എന്ന് വിചാരിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം ടോപ്പിക്കിന് ഒരു കുറവുമില്ല. അതായത് ഈ 10 മാർക്ക് സ്കോർ ചെയ്യണമെങ്കിൽ 24 ടോപ്പിക്ക് നമ്മൾ പഠിക്കണം. മിനിമം 24 ടോപ്പിക്ക് നമ്മൾ പഠിക്കണം. അതാണ് അവിടുത്തെ ഒരു സിഗ്നിഫിക്കൻസ്. ഇത് നമുക്ക് എന്ത് വിട്ടുകളയാം, ഒന്നും നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല, എല്ലാം പഠിച്ചേ പറ്റുള്ളൂ. അവിടെയും ഇനിയുള്ള ദിവസങ്ങളിൽ ഷുവർ ഷോർട്ടായിട്ട് ചോദിക്കുന്ന ചില ഭാഗങ്ങളുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ ടാഗ് ഒന്നും പഠിക്കാതെ നമ്മൾ CSEയുടെ എക്സാമിന് ഒരു കാര്യമില്ല. അത് ഷുവർ ഷോർട്ടാണ്. ക്വസ്റ്റ്യൻ ടാഗ്, ഇഫ് ക്ലോസ്, അതേപോലെ വൊക്കാബുലറി. എനിക്ക് തോന്നുന്നു കുട്ടികളെ ഏറ്റവും കൂടുതൽ വരയ്ക്കുന്ന വൊക്കാബുലറിയാണ്. ഇപ്രാവശ്യം ഞങ്ങൾ വൊക്കാബുലറിക്ക് സ്പെഷ്യൽ എംഫസിസ് വെച്ച് ഡെയിലി ബേസിസിൽ വൊക്കാബുലറി പഠിപ്പിക്കുന്ന രീതിയിലേക്കാണ് നമ്മൾ നമ്മുടെ ഈ ഒരു ബൂസ്റ്റർ കോഴ്സുകളിലേക്ക് പോകുന്നത്. അപ്പോൾ അവിടെ ഒരു ചോദ്യം എന്ന് പറയുന്നത് 3 എക്സാമിലുണ്ട് അല്ലേ? എല്ലാം ഒരേ ടയറിൽ അല്ലെങ്കിൽ എല്ലാം ഒരേ ടഫ്നെസ്സിൽ വരാണെങ്കിൽ 3 എക്സാമിന്റെ ആവശ്യകത സത്യം പറഞ്ഞാൽ ഇല്ല. ഒറ്റ എക്സാം ആയിട്ടൊക്കെ നടത്തിയാൽ മതി. അതിൽ നിന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കണം ഈ 3 എക്സാമും തീർച്ചയായിട്ടും 3 ടഫ്നെസ് ലെവലിൽ തന്നെയായിരിക്കും നടക്കുക. അപ്പം നമ്മൾ ആ രീതിയിലേക്ക് പ്രിപ്പയർ ചെയ്യുക. ബേസിക് കോൺസെപ്റ്റ്സ് പഠിക്കുന്നതിനോടൊപ്പം കൂടുതൽ ചോദ്യങ്ങൾ പരിചയപ്പെട്ട് വേണം. ഇവിടെ ഇംഗ്ലീഷിന്റെ കേസ് പറയുകയാണെങ്കിൽ ടെൻസസ് ഒക്കെ മിക്കവാറും എക്സാംസിന് ഒമിറ്റ് ചെയ്താൽ പോലും CSEBയിൽ ടെൻസസ് ഒഴിവാക്കിയിട്ടുള്ള എക്സാം ഇല്ല. അതാണ് ഏറ്റവും കൂടുതൽ ടഫ് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ടെൻസസിൽ എല്ലാ പ്രാവശ്യവും ചോദിക്കുന്നത് സിമ്പിൾ പ്രസന്റ് ആയിരുന്നു എങ്കിൽ നമ്മളുടെ ഈ പറയുന്ന സൂപ്പർ ഗ്രേഡ് എക്സാം ഒരിക്കലും സിമ്പിൾ പ്രസന്റ് ചോദിക്കില്ല. കാരണം അത് ഈസിയസ്റ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ്. ഒരുപക്ഷെ ഫ്യൂച്ചർ പെർഫെക്റ്റിലേക്കൊക്കെ ക്വസ്റ്റ്യൻസിന്റെ നിലവാരം ഉയരാം. അപ്പോൾ ആ രീതിയിലേക്ക് പഠനം നമ്മളൊന്ന് കാര്യമായിട്ട് തന്നെ മോൾഡ് ചെയ്യണം. ഓക്കെ, എനിക്ക് GK പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ GK നിങ്ങൾ പഠിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ നേരത്തെയുള്ള PYQs ഒക്കെ കണ്ടു കാണും. അപ്പം എപ്പോഴും അല്ലെങ്കിൽ തന്നെ ഇപ്പോഴാണ് ഇതിന് സ്പെസിഫിക് ആയിട്ട് തന്നെ പോർഷൻസ് തരുന്നത്. നേരത്തെ ഉണ്ടായിരുമ്പോഴും ഈ ഒരു പോർഷൻസ് ഒക്കെ തന്നെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടാകും. ഇനി പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ രണ്ടായിട്ട് തന്നെ, അതിനകത്ത് കേരള സെപ്പറേറ്റ് പഠിക്കുക, ഇന്ത്യ സെപ്പറേറ്റ് പഠിക്കുക. റിനൈൻസൻസ് പഠിക്കുമ്പോൾ കേരള സെപ്പറേറ്റ് പഠിക്കണം, ഇന്ത്യ സെപ്പറേറ്റ് പഠിക്കണം. കാരണം അവിടെ ചില ദേശീയ പ്രസ്ഥാനങ്ങൾ അതാര് ഫൗണ്ട് ചെയ്തു, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതൊക്കെ ഒരു ടേബിളായിട്ട് കൺസോളിഡേറ്റ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ വർഷമൊന്നും കാണാതെ പഠിക്കേണ്ട ആവശ്യം വരത്തില്ല. ഒരു ഐഡിയയിൽ പഠിച്ചു പോകാൻ പറ്റും. ഓരോ ടോപ്പിക്കിൻ്റെയും കൂടെ കറണ്ട് അഫയേഴ്സ്, അതുമായി റിലേറ്റ് ചെയ്ത കറണ്ട് അഫയേഴ്സ് സെപ്പറേറ്റ് പഠിക്കാതെ തന്നെ അതിനോടൊപ്പം പഠിച്ചു പോകുക. ഇപ്പോൾ ആർട്സ് പഠിക്കുമ്പോൾ ആർട്സുമായി ബന്ധപ്പെട്ട് ഈ അടുത്തിടെ അന്തരിച്ച വ്യക്തികളുണ്ടാകും, അല്ലെങ്കിൽ യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം നേടി, അങ്ങനെയൊക്കെയുള്ള കുറച്ച് കറണ്ട് അഫയേഴ്സാണ് ഇവിടെ ചോദിക്കുന്നത്. അതുമായി ബന്ധപ്പെടുത്തി തന്നെ ഓരോ സബ്ജക്റ്റുമായിട്ട്, യുണൈറ്റഡ് നേഷൻസ് ആണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സ് ഉണ്ട്, പൊസിഷൻസ് വരും, അപ്പോയിൻമെൻറ്റ്സ് വരും, ഇതൊക്കെ അവിടെ വരുന്നതാണ്. അങ്ങനെ ബന്ധപ്പെടുത്തി പഠിക്കുകയാണെങ്കിൽ കറണ്ട് അഫയേഴ്സ് ഒക്കെ മന്ത്ലി വായിച്ച് പഠിക്കുന്നതിന് പകരമായിട്ട് ഇനി ഇപ്പോൾ എക്സാം ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എക്സാമിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ പഠിക്കുക. പിന്നെ മാത്സ് ആണ് അടുത്ത, ടെസ്റ്റ് ഓഫ് റീസണിങ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. സോ മെയിൻലി ഫോക്കസ് ചെയ്യേണ്ട ഒരു ഉദ്യോഗാർത്ഥി മെയിൻലി ഫോക്കസ് ചെയ്യേണ്ടത് റീസണിങ്ങിന് തന്നെ കുറച്ചുകൂടെ പരിഗണന, അതായത് ടൈം ചിലപ്പം പോകാൻ സാധ്യതയുണ്ടായതുകൊണ്ട് അത് പ്രാക്ടീസ് ചെയ്യുക. മനസ്സിലായി? എല്ലാവർക്കും എല്ലാ കണക്കും ചെയ്യണം അറിയത്തില്ല. അതായത് നമ്മുടെ ആവറേജ് വരെയുള്ള പോർഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ എളുപ്പമാണ്, ഫ്രാക്ഷൻസ് ആൻഡ് ഡെസിമൽ എളുപ്പമാണ്, പെർസെൻറ്റേജ്, പ്രോഫിറ്റ് ലോസ്, സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, റേഷ്യോ പ്രൊപ്പോർഷൻ, ടൈം ആൻഡ് ഡിസ്റ്റൻസ്, ടൈം ആൻഡ് വർക്ക്, ആവറേജ്. ഇതിൽ ആവറേജ് മുകളിലാണ് സത്യം പറയാൻ വരേണ്ടത്. അപ്പോൾ ഇത്രയും പോർഷൻസ് എന്ന് പറയാൻ മാത്സ് അത്യാവശ്യം എൻ്റെ എക്സാംസിന് ഇക്വേഷനൊക്കെ അറിയണം. അതുപോലെ തന്നെ നിങ്ങൾ തൊട്ട് താഴെ കിടക്കുന്ന പോർഷൻസ് ഉണ്ടല്ലോ, അത് ഈ ഇക്വേഷൻ ഒന്നും പഠിക്കേണ്ടാത്ത പോർഷനാണ്, റീസണിങ് പോർഷനാണ്. അവിടെ നിങ്ങൾ എന്തുമാത്രം ഉപയോഗിച്ചാൽ മതി, ചെയ്ത് നോക്കി പ്രാക്ടീസ് ചെയ്യുന്നത്. അതിനും കുറെ ടിപ്സുകളൊക്കെ ഉണ്ട് അല്ലേ? അതാണ് അവിടെ നിങ്ങൾ എംഫസൈസ് ചെയ്യേണ്ടത്. ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ നിങ്ങൾക്ക് 2 മിനിറ്റ് കൊടുക്കാം, 3 മിനിറ്റ് കൊടുക്കാം, 1 മിനിറ്റ് കൊടുക്കാം, 30 സെക്കൻഡ്സ് കൊടുക്കാം. 30 സെക്കൻഡ്സിൽ എടുക്കാനുള്ള വഴിയെ കുറിച്ചാണ് നിങ്ങൾ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ചിന്തിക്കുക. ഇവിടെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഡയറക്ഷൻ ആയാലും ക്ലോക്ക് ആയാലും ഒക്കെ മോർ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക, അക്യുറേറ്റ് ആകുക എന്നുള്ളത്. ടൈം ലിമിറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടൈം വെച്ച് തന്നെ പ്രാക്ടീസ് ചെയ്യുക. ഇപ്പോൾ ഈ 10 മാർക്കോ അല്ലെങ്കിൽ 10 മാർക്കോ ഒക്കെ ഒന്നും കിട്ടാഴികയൊന്നുമല്ല. മാക്സിമം നിങ്ങൾക്ക് ഞങ്ങൾ പ്രാക്ടീസ് സെഷൻസ് തന്നെയാണ് നമ്മൾ CSE ഓഫർ ചെയ്യുന്നത്. അതേപോലെ തന്നെ നിങ്ങൾ ചെയ്യുക. ഇനി നമ്മുടെ കോഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ മിസ് എന്ത് പറയും? കോഴ്സ് സ്ട്രക്ചർ നമ്മൾ പറയുകയാണെങ്കിൽ 29th നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. 29th നമ്മുടെ ഫസ്റ്റ് ക്ലാസ് വരുന്നത്. 10 ദിവസം 10 ദിവസം 20 മണിക്കൂർ, ഒരു ദിവസം 2 മണിക്കൂർ. അവിടെ ചോദ്യങ്ങളിലൂടെ ആയിരിക്കും കുട്ടികളെ നമ്മൾ പഠിപ്പിക്കുക. 2 വെറുതെ ക്ലാസ് എടുക്കുക എന്നുള്ളതല്ല. PYQനെ ബേസ് ചെയ്തും അതുപോലെ ഇനിയുള്ള അതിൻ്റെ ഒരു ടഫ്നെസ് ലെവൽ കൂട്ടിയിട്ടുള്ള വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്ത് അതുമായി അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഫാക്ട്സോട് കൂടിയായിരിക്കും പഠിപ്പിക്കുക. ബേസ് ചെയ്തിട്ടുള്ള ഷോർട്ട് നോട്ട്സ് നിങ്ങൾക്ക് കിട്ടും. അതായത് എക്സാം പോയിന്റിൽ നിങ്ങൾക്ക് അത് റെഫർ ചെയ്താൽ തന്നെ നല്ലൊരു റിവിഷൻ ആയിരിക്കും.
അപ്പോൾ ഏകദേശം 1000-ലധികം ചോദ്യങ്ങൾ നമുക്ക് വളരെ ചെറിയ 1000-ലധികം മിനിമം 1000 ക്വസ്റ്റ്യൻസോളം നമ്മൾ കാരണം മോഡൽ എക്സാംസ് നമ്മൾ 5 മോഡൽ എക്സാംസോളം കൊടുക്കുന്നുണ്ട്. പിന്നെ വർക്ക്ഔട്ട്സ് നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട്. ഞാൻ ഈ GK പോർഷൻസിന് എല്ലാത്തിനും നമ്മൾ മാക്സിമം ക്വസ്റ്റ്യൻസ് കൊടുക്കും, ടോപ്പിക് ഓരോ വിഷയങ്ങൾക്കും. അതുപോലെ തന്നെയാണ് കണക്കിനും നമ്മുടെ GKക്കും എല്ലാം മാത്സിനും ഒക്കെ നമ്മൾ മാക്സിമം ക്വസ്റ്റ്യൻസ് കൊടുത്ത് അതോടൊപ്പം തന്നെ 2 മണിക്കൂർ അല്ലേ 2 മണിക്കൂറല്ലേ നമ്മൾ ലൈവ് ക്ലാസ് 2 മണിക്കൂർ ലൈവ് ക്ലാസ്സിലൂടെ ഞങ്ങൾ എല്ലാ അധ്യാപകരും ചിക്കുമോൻ സാർ ഉണ്ടാവും, പ്രശാന്ത് സാർ ഉണ്ടാവും, വിഷ്ണു സാർ ഉണ്ടാവും, അപ്പം എല്ലാ അധ്യാപകരും ഒരു കുടക്കീഴിലേക്ക് വരികയാണ് നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി. ഞങ്ങൾ ഇവിടെ എല്ലാവരും സെറ്റാണ്. അപ്പൊ അടിപൊളിയായിട്ട് ടൈം ടേബിൾ വെച്ച് പഠിക്കാൻ ആഗ്രഹമുള്ള എല്ലാവർക്കും CSEB ജോലി വേണമെന്ന് ആഗ്രഹമുള്ള എല്ലാവരും എന്ത് ചെയ്യുക, ഇങ്ങ് പോന്നോളൂ. നിങ്ങൾ വീട്ടിലിരുന്ന് പഠിക്കുന്നതിനേക്കാളും എത്രയോ ഉറപ്പോടുകൂടി എത്രയോ ഇരട്ടി ചോദ്യങ്ങൾ നിങ്ങളുടെ കയ്യിലേക്ക് വിത്ത് കോൺസെപ്റ്റ്സ് കിട്ടുകയാണ്. ആലോചിച്ച് നോക്കൂ, അതും ഏറ്റവും ചെറിയ ഫീസിൽ. സോ മറക്കണ്ട, 29-ാം തീയതി നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. നമുക്ക് വളരെ ചുരുക്കം സീറ്റ്സ് മാത്രമേ, കാരണം ഞങ്ങളുടെ കുട്ടികൾക്ക് ആക്ച്വലി ഞങ്ങൾക്ക് ബൂസ്റ്റർ സെഷൻസ് ഓൾറെഡി കൊടുക്കണം. അതുകൂടാതെ വളരെ കുറച്ച് ഉദ്യോഗാർത്ഥികളെയും കൂടി നമുക്ക് ഈ ഒരു സീരീസിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുള്ളൂ. സോ വളരെ കുറച്ച് സീറ്റ്സ് മാത്രമേ ഉള്ളൂ. എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കുക. താങ്ക് യു.